രാധേ രാധേ. ഗുഡ് മോർണിംഗ്. എത്ര കണ്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ തലവേദന കൂടും, നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടും. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, 50 പേരെ സ്നേഹിക്കുന്നവന് 50 ദുഃഖങ്ങൾ ഉണ്ടാകും, ഒരുവനെയും സ്നേഹിക്കാത്തവന് ഒരു ദുഃഖവും ഉണ്ടാകില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ലോകത്ത് ഒരാളെയും സ്നേഹിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ബുദ്ധൻ ഒരുവനെയും സ്നേഹിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതല്ല, കുറെ പേർക്ക് കുറെ കൂടുതൽ സ്നേഹം കൊടുക്കും. അതാണ് നിങ്ങൾ സുഹൃത്തുക്കള്, ബന്ധുക്കള്, മക്കള് എന്ന് പറയുന്നത്. ബുദ്ധൻ പറയുന്നത് ഒരുവനെയും സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുവനെയും മറ്റൊരാളേക്കാൾ കൂടുതൽ സ്നേഹിക്കാതിരിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു കൊണ്ടുപോവുക. അതായത് ബന്ധുക്കളെയും ശത്രുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും നദികളെയും എല്ലാം ഒരേ കണക്ക് സ്നേഹിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ ആളിനെ ചുറ്റിപ്പറ്റി ഒരു 100 ചിന്തകളെങ്കിലും ഒരു ദിവസം ഉണ്ടാകും. അപ്പൊ 10 പേരെ സ്നേഹിച്ചാൽ 1000 ചിന്ത, 50 പേരെ സ്നേഹിച്ചാൽ 50,000 ചിന്ത ഉണ്ടാകും ഒരു ദിവസം. പിന്നെ നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പിണക്കമായി, പരിഭവമായി, സങ്കടമായി, സ്നേഹിച്ചവരുമായി വഴക്കായി, അവർ ചിലപ്പോൾ പറ്റിച്ചുകൊണ്ടു പോകും. അതേസമയം എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് ആരെയും സ്നേഹിക്കാതെ ആരെയും ഒട്ടാതെ നിൽക്കുന്നവൻ. അവന്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം തെളിഞ്ഞു വരും, ഉള്ളിലെ ചൈതന്യം മുഖത്ത് പ്രഭയായി തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന എന്നാൽ സന്യാസ തുല്യ ജീവിതം നയിക്കുന്നവരുടെ മുഖത്ത് ഇത്ര പ്രഭ. നമ്മുടെ മള്ളിയൂർ തിരുമേനിയും ആഞ്ഞം തിരുമേനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു പ്രഭയാണത്. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന അഭിമാനത്തോടെ അല്ല പറയേണ്ടത്, അപമാനത്തോടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഹൃത്തുക്കളെ കുറയ്ക്കൂ, ബന്ധുക്കളെ കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കാതിരിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ സ്നേഹിക്കാതിരുന്നാൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകും, നിങ്ങൾക്ക് ദുഃഖമേ ഉണ്ടാകില്ല. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.